മഴത്തോരും മുമ്പിൽ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി വിളിച്ച പ്രകാരം ബാലചന്ദ്രൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഗോവർദ്ധനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ താൻ വരണമെന്ന് പറയുന്നുണ്ട്. 5 മിനിറ്റിനകം എത്തിക്കോളാമെന്ന് ഗോവർദ്ധനും പറയുന്നുണ്ട്. അങ്ങനെ നേരെ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് സ്റ്റാൻലി പറഞ്ഞ റൂം നമ്പർ അന്വേഷിച്ച് ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. അലീനയുടെ കാര്യം, താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ നന്നായിട്ട് ആലോചിച്ചു. താങ്കൾ പറയുന്ന ആ പെൺകുട്ടി എൻ്റെ മകളാണെങ്കിൽ ഞാൻ അതിനോട് കാണിക്കുന്ന വലിയ തെറ്റല്ലേ? എനിക്ക് എൻ്റെ മകളെ കാണണം, കണ്ടേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയാണ്. പിന്നെ ഞാനന്ന് ചോദിച്ചല്ലോ, ആ കുട്ടി എൻ്റെ മകളാണെങ്കിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതിനുള്ള മറുപടി ഞാൻ അന്നേ തന്നല്ലോ. എനിക്ക് അത് തെളിവ് കണ്ടെത്തക്കല്ല എൻ്റെ പരിപാടി. അത് മാത്രമല്ല, 3 മാസമായത് മാത്രമേ ഉള്ളൂ ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട്. അത് യാദൃച്ഛികമായി എൻ്റെ വീട്ടിൽ വൈജയുടെ അമ്മയെ നോക്കാൻ വന്നതാണ് ആ പെൺകുട്ടി. അതിനുശേഷം ആ പെൺകുട്ടി നല്ല സ്വഭാവവും കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. വൈജിക്ക് അന്നേ ആ പെൺകുട്ടിയെ ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് യാദൃച്ഛികമായി അതിൻ്റെ ഓർഫനേജ് വളർന്ന വേറൊരു കുട്ടിയോട് ഈ കാര്യം പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് അവൾ ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ റെക്കോർഡ് ഓണാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ആ പെൺകുട്ടി വൈജയുടെ മകളാണെന്നും സ്വന്തം അമ്മയെ തിരക്കി വന്നതാണെന്നും ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ കൂടുതൽ ഒരു തെളിവും എൻ്റെ കയ്യിലില്ല. അതിനുശേഷം അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ അന്വേഷണം ചെന്നെത്തിയത് ഗംഗേട്ടൻ്റെ അടുത്താണ്. അതറിയാലോ ആരാണെന്ന്. അവിടെ എത്തി. അപ്പം അവിടെ നിന്നാണ് സത്യങ്ങൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്. ഗംഗേട്ടനാണ് സത്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് സ്റ്റാൻലിയുടെ പേര് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും അലീനയ്ക്ക് അറിയത്തില്ല അവളുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫ് ആണെന്ന്. ഇതിൽ കൂടുതലൊന്നും ഒരു തെളിവും എൻ്റെ കയ്യിലില്ല. ഞാൻ അന്വേഷിച്ച് പോയിട്ടുമില്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയാണ്, അന്ന് എല്ലാവരും കൂടെ എന്നെയും വൈജയെയും പറ്റിച്ചതാണ്. അന്ന് 8 മാസം ഗർഭിണിയായ വൈജയെ അവിടെ ഞാൻ ആഗ്രയിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോയായിരുന്നു. അമ്മച്ചിക്ക് സുഖമില്ലെന്ന് അതറിയാലോ ബാലചന്ദ്രന്. അതിനുശേഷം അമ്മച്ചിയുടെ മരണവും പിന്നെ അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം 3-4 മാസം ഞാൻ കോമയിലായിരുന്നു. എൻ്റെ കൂടെയുള്ള ആൾ മരിച്ചുപോയി. ഇതെല്ലാം ചെയ്തത് കൊല്ലപ്പള്ളിക്കാരാണ്. ഞാനും വൈജയും ഒന്നിക്കാതിരിക്കാൻ എൻ്റെ അപ്പനും ഈ ബന്ധത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലപ്പള്ളിക്കാരോട് കൂട്ടി നിൽക്കുകയും ചെയ്ത്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വൈജയും എന്നെ ചതിച്ചതാണ്. അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാഞ്ഞെന്നൊക്കെ സ്റ്റാൻലി ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഇതെല്ലാം ഭയങ്കര സങ്കടത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ എന്തിനാണ് വന്നത്, എന്താണ് താങ്കളുടെ തീരുമാനം എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മകളെ കാണണം. ബാലചന്ദ്രൻ പറഞ്ഞ ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണം. ബാലചന്ദ്രനെ എനിക്ക് വിശ്വാസമാണ്. ബാലചന്ദ്രൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും ദൂരം ഒരാൾ എന്നെ തിരക്കി കുളത്തൂപ്പുഴ വരെ വന്ന് ഈ കാര്യം പറയാൻ വെറുതെ ആവത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാലചന്ദ്രനെ തിരക്കി വന്നതും ബാലചന്ദ്രൻ പറയുന്നത് വിശ്വസിക്കുന്നതെന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ അവളുടെ അമ്മയെ തിരക്കി വന്ന്, പക്ഷേ അമ്മയ്ക്കറിയത്തില്ല സ്വന്തം മകളാണെന്ന്. പിന്നെ സ്വന്തം അമ്മയ്ക്ക് തന്നെ അവളെ കണ്ണുനേരെ കണ്ടുകൂടാ. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് അവൾ പോകണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം വൈജയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോകാൻ തയ്യാറാവുകയാണ്. അവളെ ഒരു ഓർഫണേജിലേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ അച്ഛനെ കണ്ടുപിടിച്ച് ഏൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻലിയെ തിരക്കി വന്നതെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിക്കാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ മകളെ കാണാം. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം അമ്മ കാരണമാണ് ആ വീട്ടിൽ നിന്ന് അവൾ പോകാൻ കാരണം. ഇനി അച്ഛനും കൂടെ അവളെ ഉപേക്ഷിക്കുകയാണെന്ന് അറിയണ്ട. അതുകൊണ്ട് ഞാൻ സ്റ്റാൻലിയാണ് അവളുടെ അച്ഛനെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റൊരു വീട്ടിലേക്ക് അവളെ ജോലിക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം സ്വന്തം അച്ഛനും കൂടെ അവളെ വേണ്ടാന്ന് അവൾ അറിഞ്ഞാൽ ചിലപ്പോൾ തകർന്നു പോകും. അത്രയ്ക്ക് പാവമാണ് അവൾ. എന്നെ സ്വന്തം അച്ഛനായിട്ടാണ് കരുതിയിരിക്കുന്നത്. എനിക്ക് അവളും സ്വന്തം മോള് പോലെ തന്നെയാണെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലിയും ബാലചന്ദ്രനും അലീനയൊക്കെ വെച്ച് സംസാരിക്കുകയാണ്. അവസാനം സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരട്ടെ, എനിക്ക് ആ പെൺകുട്ടി ഒന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയാണ്, താങ്കൾക്ക് വരാം, വന്നു കഴിഞ്ഞാൽ താങ്കളുടെ മകളെ കാണാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പിരിയാണ്. അതിനുശേഷം സ്റ്റാൻലി നേരെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അലീനയെ കാണാൻ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലി വിളിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം അവൾ വരും, ചായയായിട്ട് വരും
എന്ന് ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലി അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടുന്ന് അലീന വരുന്നത്. അലീന അങ്ങനെ വരുന്ന കാണുമ്പോഴേ ഭയങ്കര ആകാംക്ഷയോടെ സ്റ്റാൻലി നോക്കുവാണ്. അലീനെ കാണുമ്പോഴേ സ്റ്റാൻലിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ ചായയായിട്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം സ്റ്റാൻലിക്കാണെങ്കിൽ അലീനയോട് ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ അങ്ങ് തോന്നുന്നുണ്ട് അലീനയുടെ മുഖം കാണുമ്പോൾ. അങ്ങനെ സന്തോഷത്തോടെ അലീനെ കൊണ്ടുവന്ന് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചായ നീട്ടുന്നുണ്ട്. സ്റ്റാൻലി ഇങ്ങനെ സ്നേഹത്തോടെ അലീനയെ നോക്കുകയാണ്. അലീനയ്ക്ക് ഒരു സന്തോഷത്തോടെ സ്റ്റാൻലിക്ക് ചായയും കൊടുക്കുന്നുണ്ട്.